കുട്ടികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു പുഡിംഗാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ അതിനായിട്ടൊരു 10-12 ബിസ്ക്കറ്റ് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അതിനുശേഷം 1 കപ്പ് പാല്, 2 മുട്ട, 1/2 ടീസ്പൂൺ വാനില എസൻസ്, ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഇവയെല്ലാം കൂടെ ചേർത്ത് വീണ്ടും മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ചിട്ട് നമുക്ക് പഞ്ചസാര മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് കാരമൽ ചെയ്തെടുക്കാം. കാരമൽ ചെയ്തെടുത്ത പഞ്ചസാര ഒരു ചുറ്റുപാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ബാറ്റർ ഈ ഒരു അരിപ്പയിലൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി അടച്ചതിന് ശേഷം നമുക്ക് ഇത് ആവിയിൽ ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കാം. അപ്പോൾ അരമണിക്കൂർ കൊണ്ട് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ തണുപ്പിച്ചെടുക്കാം. തണുത്തതിന് ശേഷം ഇതേപോലെ നമുക്കൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിവിടെ അടിപൊളി കാരമൽ ബിസ്ക്കറ്റ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഓക്കെ, ബൈ.